വീണയും പിണറായിയും അറസ്റ്റിലാകും. നരേന്ദ്രമോദിയുടെ ഇന്ത്യയിൽ CPM ഭയക്കുക തന്നെ വേണമെന്ന് ഷോൺ ജോർജ്. മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തുന്ന നീക്കങ്ങൾ കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്നാണെന്ന് ഹർജിക്കാരനായ ഷോൺ ജോർജ്. കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ മൂന്നാം പ്രതിയാണെന്നും ഷോൺ പറഞ്ഞു. ED അന്വേഷണത്തിനെതിരെ ഉണ്ടായിരുന്ന സ്റ്റേ ഹൈക്കോടതി നീക്കിയതാണ് ഇപ്പോഴത്തെ ED നടപടികൾക്ക് ആധാരം. നേരത്തെ ഡൽഹി, കേരള ഹൈക്കോടതികളിൽ നിന്നും സ്റ്റേ വാങ്ങിയാണ് അന്വേഷണം തടസ്സപ്പെടുത്തിയിരുന്നത്. SFIO നടത്തിയ അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. കമ്പനി നിയമങ്ങൾ ലംഘിച്ച് യാതൊരു സേവനവും നൽകാതെയാണ് വീണയുടെ കമ്പനി പണം കൈപ്പറ്റിയതെന്ന് ഈ കുറ്റപത്രത്തിൽ വ്യക്തമാണെന്ന് പറഞ്ഞു. തുടക്കം മുതലേ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ വലിയ ശ്രമങ്ങളാണ് ഇവർ നടത്തിയത്. SFIOയുടെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ വീണ മൂന്നാം പ്രതിയാണ്. വീണ മൂന്നാം പ്രതി എന്ന് പറഞ്ഞാൽ കമ്പനി ലോ അനുസരിച്ച് നടത്തിയ എൻക്വയറിയിൽ ആ കമ്പനി അനധികൃതമായി ഏതെങ്കിലും തരത്തിലുള്ള സ്വത്ത്, ഏതെങ്കിലും തരത്തിലുള്ള സേവനം നൽകിയിട്ടല്ല പണം കൈപ്പറ്റിയത് എന്നുള്ളത് വളരെ വ്യക്തമായി ആ കുറ്റപത്രത്തിലുണ്ട്. PML ആക്ട് പ്രകാരം അന്വേഷിക്കേണ്ട കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ നിന്നും വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രോസിക്യൂഷൻ നടപടി തടസ്സപ്പെടുത്താൻ വേണ്ടി ഡൽഹി ഹൈക്കോടതിയിൽ അവർ സ്റ്റേ വാങ്ങിയിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന്മേൽ ED അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നൽകിയ പരാതിയിൽ ED ഇവർക്ക് നോട്ടീസ് അയക്കുന്ന സാഹചര്യമുണ്ടായി. ആ നോട്ടീസിനെ ചലഞ്ച് ചെയ്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ നിന്നും ഇവർ വാങ്ങിച്ചൊരു സ്റ്റേയാണ് ഹൈക്കോടതി നീക്കിയത്. ഇതേ കേസിൽ മറ്റൊരു രാഷ്ട്രീയ നേതാവ് തിരുവനന്തപുരം വിജിലൻസ് കോടതിയും ഹൈക്കോടതിയും സുപ്രീം കോടതിയെ സമീപിച്ച സമയത്തൊക്കെ കേസെടുക്കാൻ അല്ലെങ്കിൽ അന്വേഷണം അപേക്ഷ തള്ളുകയാണ്, ഹർജി തള്ളുകയാണ് ചെയ്തതെന്ന് മാത്യു കുഴൽനാടന്റെ ഇടപെടലിനെ പരോക്ഷമായി വിമർശിച്ച് ഷോൺ ജോർജ് പറഞ്ഞു. വിജിലൻസിന് പോകണമെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രധാന പ്രതിയാകണം. ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് വീണ വിജയനാണ്. വീണ കുറ്റക്കാരിയാണെന്ന് തെളിഞ്ഞാൽ വീണയുമായിട്ട് അനധികൃത സാമ്പത്തിക ഇടപാട് നടന്നു എന്ന് തെളിയുന്നിടത്ത് മാത്രമേ വിജിലൻസ് ഉൾപ്പെടെയുള്ളവർക്ക് സ്കോപ്പ് ഉള്ളൂ. ഇവിടെ SFIO എൻക്വയറി നടന്നു. ആ എൻക്വയറി പൂർത്തീകരിച്ച് വീണ കേസിൽ മൂന്നാം പ്രതിയാണ്.